everyone, here is Rahima and Shafna with you, bringing you the latest updates from Gulf GTV. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ UAE നമ്മൾ ഇലക്ട്രിക് കാർസിന്റെ ആ ഒരു വർധനവ് നന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് UAE ഗവൺമെന്റ് ഇതാ 100 ചാർജിംഗ് യൂണിറ്റ്സ് ആണ് നമ്മൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗവൺമെന്റ് അണ്ടറിലുള്ള ആദ്യ EV നെറ്റ്വർക്ക് ആയിട്ടുള്ള UAV എന്ന സ്ഥാപനമാണ് ഈ ഒരു സംഭവം നടപ്പിലാക്കാൻ പോകുന്നത്. 2030 1 ലക്ഷം ടൺ കാർബൺ പുറന്തള്ളലാണ് ഈ ഒരു സംവിധാനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ ഷഫ്ന? അതെ, ഏകദേശം ഇപ്പോൾ UAE ഫുൾ ഡെവലപ്മെന്റ് ആണ്. ഓരോ ദിവസം കൂടുന്നതോളം UAE ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ UAEയിലുള്ള ഫൈന് കാര്യങ്ങൾ അറിയുന്നത് കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് എമോച്ച് അറിയും ഒരു ഫൈൻ്റെ കാര്യം റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. എമറൈറ്റൈസേഷൻ ടാർഗറ്റിനെ പറ്റിയാണ് പറയുന്നത്. 50-ൽ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 2% പേരെങ്കിലും സ്വദേശികളാവണം എന്നുള്ള നിയമം, അതായത് ഇവിടുത്തെ ലോക്കൽസ് ആവണം എന്നുള്ള നിയമം. 2026 ഏകദേശം 10% ഇത് ഉയർത്തണം എന്നാണ് ഇവിടുത്തെ റൂള്. അപ്പോൾ ഈ വർഷത്തെ ആ ഒരു കാൽക്കുലേഷൻ, അതായത് 2%-ൽ 1%, ഈ വർഷം പകുതി ആകുമ്പോഴേക്കും, അതായത് ജൂൺ 30 ആകുമ്പോഴേക്കും ഇത് ഫുള്ള് കവർ ചെയ്യണം എന്നാണ് എമോച്ചാറെ അറിയിച്ചിട്ടുള്ളത്. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള ഫൈനും ഉണ്ടായിരിക്കും.